നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നിലപാട് ജനവഞ്ചനയെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. BJPയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഉത്സവ ബലി ദർശനം നടന്നു. 10,000-ങ്ങളാണ് ഉത്സവ ബലി ദർശനത്തിന് എത്തിയത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ചെറുതോണി ഓഫീസിലേക്ക് BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSSPA തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. റിട്ടയർഡ് ജില്ലാ പോലീസ് മേധാവി അലക്സ് M. വർക്കി IPS ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നിലപാട് ജനവഞ്ചനയാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. BJPയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിന് മുന്നോടിയായി നടന്ന പ്രതിഷേധ യോഗം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് PP സാനു അധ്യക്ഷത വഹിച്ചു. നിരവധി നേതാക്കൾ പങ്കെടുത്തു. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നിലപാട് ജനവഞ്ചനയും തുല്യനീതി ഉറപ്പാക്കുന്ന ഭരണഘടനയോടുള്ള അധിക്ഷേപവുമാണെന്ന് BJP നേതാക്കൾ. ക്ഷേത്ര ദേവസ്വത്തിന്റെയും മനകളുടെയും ഒക്കെ അധീനതയിലായിരുന്ന ഭൂമി ഇന്ന് പൊതുജനങ്ങളുടെ കൈവശത്തിലാണ്. ഇത് തിരിച്ചു നൽകണമെന്ന് ഇക്കൂട്ടർ ആവശ്യപ്പെടുന്നില്ല. രാജ്യത്തെ നിയമവും നിയമവാഴ്ചയും തുല്യനീതിയും ഉറപ്പാക്കുവാൻ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തം ഉണ്ടെന്നിരിക്കെ ഒരു വിഭാഗത്തിലെ ചുരുക്കം ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നമ്മുടെ നാടിന് ആപത്താണെന്ന് BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് പറഞ്ഞു. മാർച്ചിന് മുന്നോടിയായി നടന്ന പ്രതിഷേധ യോഗം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പാർലമെന്റിന് എന്തു വില കൊടുത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിക്കും, പ്രഖ്യാപിക്കും, നിയമം നടപ്പിലാക്കും എന്നുള്ളൊരു തർക്കമില്ല. ആ നിയമം വരുമ്പോൾ നമ്മുടെ MPയും ഈ പാലത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നാം ഇന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു, നാം പറയേണ്ടിയിരിക്കുന്നു, അല്ലയോ ഡീൻ കുര്യാക്കോസ്, നിങ്ങൾ ആരുടെ അച്ചാരം വാങ്ങിയാണ് ഈ ഇന്ത്യൻ പാർലമെന്റിൽ നിലനിൽക്കുന്നത്? ആരുടെ അച്ചാരം വാങ്ങിയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തില് നിങ്ങൾ വസിക്കുന്നത് എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് സ്വാഗതം ആശംസിച്ചു. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് നേതാക്കളായ PA വേലുക്കുട്ടൻ, KN ഗീതാകുമാരി, മനോജ്, MN മധു, ET നടരാജൻ, ശശി പാലക്കൻ, KP രാജേന്ദ്രൻ, S പ്രമോദ്, KP ചന്ദ്രൻ, VS സത്യൻ, ശ്രീവിദ്യ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനോട് അനുബന്ധിച്ച് ഉത്സവ ബലി ദർശനം നടന്നു. 10,000-ങ്ങളാണ് ഉത്സവ ബലി ദർശനത്തിന് എത്തിയത്. ക്ഷേത്ര ചുറ്റുമതിലിനുള്ളിൽ ക്യൂവിനായി സൗകര്യം ഒരുക്കിയിരുന്നുവെങ്കിലും ഭക്തജനങ്ങളുടെ തിരക്ക് മൂലം അമ്പലം ബൈപ്പാസ് റോഡ് വരെ ക്യൂ നീണ്ടു. ഉത്സവ വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.
ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന ചടങ്ങാണ് ഉത്സവ ബലി. ഉത്സവത്തിന്റെ 9ാം ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പന്തീരടി പൂജയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് ഉത്സവ ബലി നടക്കുന്നത്. ഭഗവാന്റെ ഭൂതഗണങ്ങളെ മുഴുവൻ പാണിക്കുട്ടി വരുത്തി ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് ഈ ചടങ്ങ്. എല്ലാ ദേവഗണങ്ങൾക്കും പൂജയോടുകൂടി ബലി തൂകുന്നു. ഭഗവാൻ ബലി തൂകൽ കണ്ട് സന്തോഷിക്കുന്നുവെന്നാണ് സങ്കല്പം. ക്ഷേത്ര മതിലിനുള്ളിൽ എഴുന്നള്ളിച്ചു വെച്ച ഭഗവാനെ കൺകുളിർക്കെ കാണാൻ 33 കോടി ദേവന്മാരും ഗന്ധർവ യക്ഷ വിദ്വാധരന്മാരും ഈ സമയത്ത് എത്തിച്ചേരുമെന്നും ഐതിഹ്യമുണ്ട്. പരിപാവനമായ ഈ സമയത്ത് കാണിക്ക അർപ്പിച്ച് ഭഗവത് ദർശനം നടത്തിയാൽ പുണ്യം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഉത്സവ ബലി ദർശനത്തിന് ഭക്തജനങ്ങൾ എത്തുന്നത്. ഉത്സവ ബലി ദർശനത്തിനായി 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര ചുറ്റുമതിലിനുള്ളിൽ പന്തലൊരുക്കി ക്യൂവിനായി സൗകര്യം ഒരുക്കിയിരുന്നുവെങ്കിലും ഭക്തജനങ്ങളുടെ തിരക്ക് മൂലം അമ്പലം ബൈപ്പാസ് റോഡ് വരെ ക്യൂ നീണ്ടു. ഉത്സവ ബലി ദർശനത്തിന് ശേഷമുള്ള പ്രസാദമൂട്ടിനും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ചെറുതോണി ഓഫീസിലേക്ക് BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന എംപിയുടെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ച് നടത്തിയ പരിപാടി BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് K കുമാർ അധ്യക്ഷത വഹിച്ചു. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവർക്കും രാജ്യത്ത് ഒരേ നിയമവും നീതിയും നടപ്പാക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യമെന്നും വഖഫ് നിയമ ഭേദഗതി എതിർക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ വർഗീയ നിലപാടിൽ പ്രതിഷേധമറിയിച്ചാണ് BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എംപിയുടെ ചെറുതോണി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വഖഫ് നിയമ ഭേദഗതി ബിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച അതേ സമയത്താണ് ഇടുക്കിയിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി എംപിയുടെ ഓഫീസ് കവാടത്തിലെത്തിയപ്പോൾ ചെറുതോണി പോലീസ് സബ് ഇൻസ്പെക്ടർ സാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്ത് വരുത്തുന്ന നിയമം ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസിന്റെ സർക്കാരാണ്. അപ്പൊ ഇന്ന് ആ നിയമത്തെ തിരുത്തുന്നതിന് വേണ്ടി ആ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എല്ലാവർക്കും ഒരുപോലെ നിയമ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന നിയമ ഭേദഗതിയാണ് ഇന്ന് പാർലമെന്റ് നടക്കുന്നത്. നമുക്കറിയാം, വഖഫ് ബോർഡ് നിയമം എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ ആൾക്കാർ വന്നിപ്പോ ഇവിടെ വന്നിട്ട് ഈ ചെറുതോണിയുടെ മണ്ണിൽ വന്ന് ഈ നമ്മുടെ നേരെ മുമ്പിലുള്ള ലുലു ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി അവർ പറയുകയാണ് 100 വർഷം മുമ്പ് ഇത് വഖഫിന് കൊടുക്കുകയായിരുന്നു, വല്ലാഹിന് കൊടുക്കുകയായിരുന്നു പറഞ്ഞാൽ അത് തെളിയിക്കാനായിട്ട് നമ്മുടെ കയ്യില് ഒരു രേഖയുമില്ല. പ്രിയപ്പെട്ടവര്, ഈ ഇടുക്കിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ഇടുക്കിയിലെ ഭൂമി രേഖകള് നമ്മുടെ കയ്യിലുള്ളത് 1960 ഭൂമി അനുസരിച്ച് 64-ലും 93-ലും കൊടുത്ത പട്ടയത്തിന്റെ കേസുള്ള രേഖകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് K കുമാർ അധ്യക്ഷനായിരുന്നു. BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് C സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി രതീഷ് വർഗുമല, ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു, മറ്റ് നേതാക്കളായ സുരേഷ് മീനത്തേരി, അനന്തു മങ്ങാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് വിശപ്പ് രഹിത പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് സൗജന്യ ഫുഡ് കൗണ്ടർ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിൽ ആരും വിശന്നിരിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വിശപ്പ് രഹിത പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് സൗജന്യ ഫുഡ് കൗണ്ടർ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംവിധാനമാണ്. മറ്റെല്ലാ ഹോസ്പിറ്റൽ നടക്കുന്നത് പോലെ തന്നെയാണ്. എന്നിരുന്നാലും നമുക്കറിയാം, അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഒരുപാട് നിർദ്ധരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് ഇവിടെ കുടിവെള്ളം ഉണ്ടെങ്കിൽ പോലും തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കാനുള്ള സംവിധാനത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നതിൽ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ ഞങ്ങളവരെ സ്വാഗതം ചെയ്യുന്നു. ചെയർമാൻ എന്ന നിലയിലും ഈ ഹോസ്പിറ്റൽ വികസന പ്രവർത്തന എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും വരുന്ന ആളുകൾക്കും കുട്ടികൾക്കും സാധാരണക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ട പക്ഷേ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇവിടെ ഈ സാധനം വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ഈ പദ്ധതിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. പദ്ധതിക്ക് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് കേടാകാത്തതും അഴുകാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് സൗജന്യ ഫുഡ് കൗണ്ടറിൽ എത്തിച്ച് അർഹരായവർക്ക് ലഭ്യമാക്കാവുന്നതാണ്. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, താലൂക്ക് ആശുപത്രി അധികൃതർ, പൊതുപ്രവർത്തകർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 7ാമത് നിയാസ് കൂരാപ്പള്ളി അനുസ്മരണം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും രാജീവ് ഭവനിൽ അനുസ്മരണ സമ്മേളനവും നടന്നു. KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഇടുക്കിയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി നിതിൻ മണക്കാട്ടുമണ്ണിൽ ഉദ്ഘാടനം നിർവഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളിയുടെ വേർപാടിന്റെ 7ാം വാർഷികം ആചരിച്ചു. ഓർമ്മകളിൽ നിന്നും നമ്മുടെ കൂരാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും രാജീവ് ഭവനിൽ അനുസ്മരണ സമ്മേളനവും നടന്നു. നിയാസ് കൂരാപ്പള്ളിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന അനുസ്മരണ സമ്മേളനത്തിന് KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കിയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി നിതിൻ മണ്ണക്കാട്ടുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനത്തിന് കരുത്ത് പകരുന്ന മാതൃകയാണ് നിയാസ് കൂരാപ്പള്ളിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എടുത്ത് നോക്കി, വെറുതെ പറയുന്നില്ല, ഞാനത് കാണിക്കാൻ സ്ക്രീൻഷോട്ട് എടുത്തു. കാരണം ഞാൻ നോക്കിയപ്പോൾ നിയാസിക്കായുടെ മെസ്സഞ്ചർ ഓപ്പൺ ആക്കി. ആ മെസ്സഞ്ചർ നോക്കിയപ്പോൾ ഞാൻ അയച്ച മെസ്സേജുകൾ കിടക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ്, KSU പ്രവർത്തകനാണ്. അപ്പോൾ ഒരു പെരുന്നാളിന് അയച്ച 2018 ലാസ്റ്റ് മെസ്സേജ് കിടപ്പുണ്ട്, പെരുന്നാളിന് അയച്ച മെസ്സേജ്. അപ്പോൾ അങ്ങനെ അന്ന് ആ സമയത്തൊക്കെ ഈ മെസ്സഞ്ചറിലാണ് നമ്മൾ KSUക്കാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ പരിചയപ്പെട്ട് അവരുടെ ബന്ധം സൂക്ഷിക്കുവാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് 2012 KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി ഈ ഇടുക്കി ജില്ലയുടെ പ്രസിഡൻ്റായി വരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളായി പത്തനംതിട്ട ജില്ലയിൽ KSU പ്രവർത്തകരായി നിൽക്കുന്ന സമയത്താണ്. അന്നേരം ഈ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോഴത്തെ വാട്സപ്പിൽ മെസ്സേജുകളോ അല്ലെങ്കിൽ റീൽസൊക്കെ വരുന്നതൊക്കെ ഒരുപാട് മുൻപുള്ള സമയമാണ്. അന്ന് ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലാണ് നമ്മൾ പ്രോഗ്രാമുകളൊക്കെ കൂടുതലായിട്ട് ഈ കാണുന്നത്. അപ്പോൾ വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള KSUവിൻ്റെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന വളരെ ഊർജ്ജസ്വലനായ ഒരു ജില്ലാ പ്രസിഡന്റ്, അന്നത്തെ ഒരു KSUവിലേക്ക് പിച്ച വെച്ച് തുടങ്ങുന്ന ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ചിത്രമായി വന്നത് പ്രിയപ്പെട്ട നിയാസിക്കാടെയാണ്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KSU മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അസ്ലം മോലിക്കൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സോയിമോൻ സണ്ണി, അഡ്വക്കേറ്റ് അരുൺ പൂച്ചക്കുഴി, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലയ്ക്കൻ, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി NK ബിജു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MH സജീവ്, KM ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ ആവശ്യപ്പെട്ടു. മുൻകാല പ്രാബല്യം നൽകാതെ വല്ലപ്പോഴും ഒരു ഗഡു ക്ഷാമാശ്വാസം അനുവദിച്ച് പെൻഷൻകാരെയും ജീവനക്കാരെയും കബളിപ്പിക്കുന്ന സർക്കാരിന്റെ കുതന്ത്രം ശക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSSPA തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി വ്യക്തികൾ സമരത്തിൽ പങ്കെടുത്തു. 7 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, ക്ഷാമാശ്വാസത്തിന് മുൻകാല പ്രാബല്യം നൽകുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, ലഹരി വ്യാപനം തടയുക, ആശാമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSSPA തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും മുൻകാല പ്രാബല്യം നൽകാതെ വല്ലപ്പോഴും ഒരു ഗഡു ക്ഷാമാശ്വാസം അനുവദിച്ച് പെൻഷൻകാരെയും ജീവനക്കാരെയും കബളിപ്പിക്കുന്ന സർക്കാരിന്റെ കുതന്ത്രം ശക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2% അനുവദിക്കുമ്പോൾ അതിന്റെ മുൻകാല പ്രാബല്യം എന്ന് മുതലുണ്ട് എന്ന് പറയാൻ, ആ ഉത്തരവിൽ പറയാൻ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നില്ല. ഇത് അപാകതയാണ്, അന്യായമാണ്. നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ ആരുടെയും കാൽക്കീഴിൽ അടിയറ വയ്ക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതൊന്നും മനസ്സിലാക്കാൻ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട, ചെവിക്ക് കേൾവി ശക്തി നഷ്ടപ്പെട്ട ഒരു നപുംസകമായ മാംസപിണ്ഡമായ ഒരു ദേഹമാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല, ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആർക്കോ വേണ്ടി ഭരണം നടത്തുന്നു. നമ്മൾ മനസ്സിലാക്കുകയാണ്, ഈ 8 വർഷക്കാലമായി ഈ സംസ്ഥാനം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോകുന്നു ഈ പണമൊക്കെ?
നികുതി പിരിക്കാൻ, വലിയ തോതിൽ പിരിക്കാൻ, എല്ലാ അർത്ഥത്തിലും എല്ലാ തലങ്ങളിലും പിരിക്കാൻ ഈ സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പിരിക്കുന്ന പണമൊക്കെ എവിടെ പോകുന്നു? ഐവാൻ സെബാസ്റ്റ്യൻ, KS ഹസൻകുട്ടി, ജെയ്സൺ പി ജോസഫ്, ഷെല്ലി ജോൺ, ഡാലി തോമസ്, ജോളി മുരങ്ങമറ്റം, S ശശിധരൻപിള്ള, SG സുദർശനൻ, TU ഫ്രാൻസിസ്, റോയി, ജോസ് ആന്റണി, ഫ്രാൻസിസ് ജോസഫ്, MP പത്രോസ്, AC മത്തായി, MJ ലൂയിസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ റിട്ടയർഡ് ജില്ലാ പോലീസ് മേധാവി അലക്സ് എം വർക്കി IPS കോച്ചിംഗ് ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ റിട്ടയർഡ് ജില്ലാ പോലീസ് മേധാവി അലക്സ് എം വർക്കി ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. നീന്തൽക്കുളത്തിലെ നേട്ടങ്ങളിൽ കൂടെ തന്നെ അദ്ദേഹം അല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ 400-500 മീറ്റർ നീന്തൽക്കുളത്തിൽ നീന്തുമ്പോൾ അദ്ദേഹം നീന്തുന്നത് കിലോമീറ്ററുകളാണ്, അതും കടലിലാണ്. ഇന്തോനേഷ്യൻ കടലിൽ അദ്ദേഹം പങ്കെടുത്ത അന്താരാഷ്ട്ര മത്സരത്തിൽ വിജയം വരിച്ചതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, അദ്ദേഹം സൂചിപ്പിച്ചതിനെപ്പറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആള് നേതൃത്വം കൊടുക്കുന്ന ഒരു നീന്തൽ പരിശീലന ക്യാമ്പിൽ നമ്മുടെ കുട്ടികളെ അയച്ച് പരിശീലിപ്പിക്കാൻ സാധിക്കുന്നു, അതിനുള്ള അവസരം നമുക്ക് ഇവിടെ ഈ വണ്ടമറ്റത്ത് ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും കരുതാവുന്നതാണ്. അതുപോലെ തന്നെ ഈ നീന്തലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാൻ ആഗ്രഹിച്ച് അതിന് സന്മനസ് കാണിച്ച ഓരോ കുട്ടികളുടെ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുവാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സമകാലിക ദുരന്തങ്ങളിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന വെള്ളത്തിൽ വീണുള്ള മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുവാനും കുട്ടികളിൽ കൂടുതൽ കായികക്ഷമത കൈവരിക്കുവാനും നീന്തൽ പരിശീലനം കൊണ്ട് സാധിക്കുമെന്ന് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ ഡയറക്ടർ ഓഷ്യൻമാൻ ബേബി വർഗീസ് പറഞ്ഞു. ഏകദേശം ഈ 20 വർഷം കൊണ്ട് 18,000-ഓളം കുട്ടികൾ മുതിർന്നവരുമായിട്ടൂടെ നീന്തൽ പഠിച്ചു പോയിട്ടുണ്ട്. നമുക്കറിയാം, സമകാലിക ദുരന്തങ്ങളിൽ മുഖ്യ സ്ഥാനം വരുന്നത് വെള്ളത്തിൽ വീണുണ്ടാകുന്ന മരണങ്ങൾ, മുങ്ങിമരണങ്ങളാണ്. യുവാക്കളും യുവതികളും കൊച്ചുകുട്ടികളുമടക്കം ഓരോ ദിവസം നിരവധി മനുഷ്യജീവനുകളാണ് ഹോമിക്കപ്പെടുന്നത്. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ പോൾസൺ മാത്യു, സംസ്ഥാന ആം റെസ്ലിംഗ് വൈസ് പ്രസിഡന്റ് മനോജ് കോക്കാട്ട്, ഇടുക്കി ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് ജോസഫ്, സെക്രട്ടറി അലൻ ബേബി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PG സനൽകുമാർ നന്ദി പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 50ഓളം കുട്ടികൾ പരിശീലനം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ അതിപ്രസരത്തിൽ അന്യം നിന്നു പോകുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് ഈറ്റയും മുളയും ഉപയോഗിച്ച് കുട്ടയും വട്ടിയുമെല്ലാം നെയ്യുന്ന പരമ്പരാഗത തൊഴിലാളികൾ. ഇവരിൽ ഭൂരിഭാഗവും ഇന്ന് ഈ മേഖല വിട്ട് ഇതര തൊഴിൽ ചെയ്ത് ജീവിതം പുലർത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെത്തി ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായ അറുമുഖന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ കാണാം. ഗാർഹിക ഉൽപ്പന്ന വിപണിയിൽ പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരത്തിൽ അന്യം നിന്നു പോകുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് ഈറ്റയും മുളയും ഉപയോഗിച്ച് കുട്ടയും വട്ടിയുമെല്ലാം നെയ്യുന്ന പരമ്പരാഗത തൊഴിലാളികൾ. ഇവരിൽ ഭൂരിഭാഗവും ഇന്ന് ഈ മേഖല വിട്ട് ഇതര തൊഴിൽ ചെയ്ത് ജീവിതം പുലർത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെത്തി ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുകയാണ് തമിഴ്നാട് സ്വദേശിയായ അറുമുഖനും കുടുംബവും. കാർഷിക മേഖലയുടെ തകർച്ചയും പ്ലാസ്റ്റിക് റബ്ബർ ഉൽപ്പന്നങ്ങളുടെ വരവുമാണ് ഇവരുടെ ജീവിതം ഏറെ പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ ഈ തൊഴിലിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയുമാണ് ഇപ്പോഴും ഈ മേഖലയിൽ തുടരാൻ കാരണമെന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളെപ്പോലെ ആൾക്കാർ, ഞങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 കുടുംബക്കാർ 20 കുടുംബക്കാർ മൂലവരെ കാഞ്ഞാറിന് ഞങ്ങൾ കൊട്ടയിട്ടുമായിരുന്നു. അന്നേരം കപ്പവാട്ടും കൃഷികളും ഉണ്ടായിരുന്നു, ആൾക്കാർ ഇഷ്ടംമാതിരി മേടിക്കുമായിരുന്നു. ഇന്ന് ശകലം പണിക്ക് പോലും പ്ലാസ്റ്റിക്കാണ്. ഒരു ഏറ്റവും പ്ലാസ്റ്റിക് വന്നതോടെ നമ്മുടെ കച്ചവടം തീരെ അടിയിൽ പോയി. ഇന്ന് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്ന പോലും നമ്മളില്ല. അതുപോലെ നാട്ടുകാർ സഹകരിക്കുക, ഈ കൊട്ട പിടിച്ചാൽ നമ്മുടെ വൈദ്യുപ്പുറപ്പ് നടക്കുള്ളൂ. നമ്മളറിയാതെ വർഷങ്ങളായിട്ട് ഈ കഷ്ടപ്പാടാണ്. ഞങ്ങൾ അച്ഛൻ്റെ തലമുറയായിട്ട് ഞങ്ങൾ എവിടെയാണ് കൊട്ട കിട്ടുന്നത്.
കുളമാവ് തൊട്ട് കാഞ്ഞാറ് തൊട്ട് മൂലവറ്റം തൊട്ട് തൊടുപുഴ ഭാഗം മൊത്തം ഞങ്ങളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും അവരവർ പണി നോക്കി പോയി. ഞാൻ അച്ഛൻ മാത്രം ഒന്നും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് തിരിച്ച് മേലിലേക്ക് വരിക, ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ആൾക്കാർ നിങ്ങളാണ്. ഒരു കൊട്ടയൊക്കെ മേടിച്ചാലേ ഉള്ളൂ ഞങ്ങളുടെ വൈകിപ്പടപ്പ് ഞങ്ങളുടെ കുടുംബം നോക്കാമെന്നൊക്കെ. കൂടാതെ പുതുതലമുറയ്ക്ക് ഇങ്ങനെ ഒരു തൊഴിൽ മേഖലയെ പരിചയപ്പെടുത്തുക കൂടിയാണ് ഇവർ. എല്ലാവിധ കുട്ടികളും വല്ലം, വള്ളിക്കുട്ട, മീൻകൂട, മുറം എന്നിവ ഇവർ നിർമ്മിച്ചു നൽകുന്നു. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മുള ഉൽപ്പന്നങ്ങൾ തേടി നിരവധി പേർ തങ്ങളെ അന്വേഷിച്ചെത്തുന്നുവെന്നും ഇവർ പറയുന്നു. മുൻപ് കാഞ്ഞാർ ഭാഗം കേന്ദ്രീകരിച്ച് 20ഓളം കുടുംബാംഗങ്ങൾ ഈ മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്നു. പുതുതലമുറ ഈ മേഖലയോട് സഹകരിച്ചാലേ മുൻപോട്ട് പോകാൻ സാധിക്കൂ എന്നും ഇവർ പറയുന്നു. പണ്ടത്തെ ആൾക്കാരാണ് ഇത് 1-2 മേടിക്കുന്നത്, വല്ലതായിട്ട് വള്ളിക്കൊട്ടയാണ്. കാരണം ഇത് തലമുറകളായിട്ട് ഇവന്മാർ ചെയ്യുവാണ്. ഇവന്മാരെ നമുക്ക് പട്ടിണി കിടരുതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മേടിക്കാൻ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ നമ്മൾ ഇവിടെ സിറ്റി കെട്ടുവാണെങ്കിൽ അവർ എവിടെയെങ്കിലും ഒരു അന്വേഷിച്ച് ഇവിടെ വന്ന് നമ്മളോട് മേടിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. പിന്നെ ഇതില്ലാത്തതുകൊണ്ടാണ് ഈ കൊട്ട അന്ന് അരി കഴിവിക്കാനും ചോറ് പോരാനും ബിരിയാണി മറിക്കാനൊക്കെ നമ്മുടെ കൊട്ടയായിരുന്നു. ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക്കും കരിവും സർവ്വം അടക്കം വന്നു, അസുഖങ്ങളും കൂടി. പിന്നെ അത് പാരമ്പര്യമായിട്ടുള്ള ഈ തൊഴിലിലേക്ക് സഹകരണം മാറിയാൽ മാത്രമേ അസുഖങ്ങൾ കുറയുള്ളൂ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പണിതിട്ടും പണിതീരാത്തൊരു റോഡാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ്. പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് ഇത്. 2018 പ്രളയകാലത്തായിരുന്നു ഈ റോഡ് തകർന്നത്. 3 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും നാളിതുവരെ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. മാങ്കുളം പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലായുള്ള 1500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന 4.2 കിലോമീറ്റർ ദൂരം വരുന്ന പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ് 2018 പ്രളയകാലത്തായിരുന്നു തകർന്നത്. 2019 കാലവർഷം കൂടി ആയതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമായി. പിന്നീട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ച് 2022 മാർച്ച് 26-ന് നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. 270 ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. നിർമ്മാണം ആരംഭിച്ച 3 വർഷത്തോടടുക്കുമ്പോഴും ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കാൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല. റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ചില കലുങ്കുകളുടെ നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു. ടാറിംഗ് ജോലികളും ഓടകളുടെയും മറ്റ് നിർമ്മാണ ജോലികളും ചിലയിടങ്ങളിൽ ടൈൽ വിരിക്കേണ്ട ജോലികളുമാണ് അവശേഷിക്കുന്നത്. റോഡിൽ ഉറപ്പിച്ച മെറ്റലുകൾ ഇളകിയതോടെ പ്രദേശത്തേക്കുള്ള യാത്ര ദുഷ്കരമായി. ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് പരിക്ക് സംഭവിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ചിക്കണംകുടി സ്കൂളിലേക്കുള്ള ഏക റോഡ് കൂടിയാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. 6 ആദിവാസി ഇടങ്ങളിലെ കുടുംബങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡിലൂടെയാണ് ആളുകൾ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഇളകിക്കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും തകരാർ സംഭവിക്കുന്നത് പതിവാണ്. 2018 പോയ റോഡാണ് 6-ാം മൈൽ 50-ാം മൈൽ റോഡ്. ഇപ്പോൾ ഒരു 3 കൊല്ലത്തോളം അതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെ അതിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല. വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാനും. അതുപോലെ തന്നെ വണ്ടികളെല്ലാം ഒത്തിരി പണികൾ വരുന്നുണ്ട്. വർക്ക്ഷോപ്പിൽ പോയാണ് ഒത്തിരി പൈസ മുടക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രയോഗ്യമല്ലാത്ത രീതിയിലാണ് റോഡ് കിടക്കുന്നത്. ബൈക്കുകാരെല്ലാം ഡെയിലി വീഴുന്നു. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും യാത്രക്കാർക്കും അതായത് ആശുപത്രി പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു 3-4 വാർഡിലും കൂടുതലും ട്രൈബൽ ആൾക്കാർ, ആദിവാസി കുടികളാണ് കൂടുതലും ഉള്ളത്. അവിടുത്തെ ആൾക്കാർക്കാണല്ലോ ആശുപത്രി പോകാനും മറ്റ് യാത്രയ്ക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വണ്ടിക്കാർ ഡെയിലി വീഴുന്നു. ബൈക്ക് യാത്ര ചെയ്യുന്നവർ ഡെയിലി വീഴുന്ന ഒരവസ്ഥയാണ്. ഭയങ്കരമായിട്ട് ആശുപത്രി പോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. നാളിത്ര പിന്നിട്ടിട്ടും നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഏതൊരാവശ്യത്തിനും പ്രദേശവാസികൾക്ക് പുറം ലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടുന്ന റോഡാണ് 7 വർഷത്തിലധികമായി ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. കട്ടപ്പന വള്ളക്കടവ് തൂങ്കുഴി കോളനി നിവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണിന് നിവേദനം നൽകി. പ്രദേശത്തെ 52ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം മൂലം പൊറുതിമുട്ടുന്നത്.
ചൂട് കൂടിയാൽ പ്രദേശത്തെ കുടുംബങ്ങൾ വീണ്ടും ദുരിതത്തിലാകും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. കട്ടപ്പന വള്ളക്കടവ് തൂങ്കുഴി കോളനി നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് കുടിവെള്ളം ലഭിക്കുക എന്നത്. വേനൽ കനത്തതോടെ പ്രദേശത്തെ 52ഓളം കുടുംബങ്ങൾ 2 മാസത്തോളമായി കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ്. ഈ സാഹചര്യത്തിലാണ് CPIയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകിയത്. വള്ളക്കടവ് തൂങ്കുഴി കോളനിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 52 വീട്ടുകാര് കുടുംബക്കാര് തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് കുടിവെള്ളം ലഭ്യമല്ല എന്നൊരു സാധ്യതയുണ്ട്. 2 മാസക്കാലമായി കുടിവെള്ളം ലഭ്യമല്ലാത്തൊരു സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി നമ്മൾ ഇടപെടേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എന്നാലും അവർക്ക് ഇതുവരെ കുടിവെള്ളം അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെ കഴിഞ്ഞ ഫണ്ട് വെച്ച് അവിടെ ഒരു കുഴൽക്കിണർ അടിച്ചെങ്കിലും അത് നല്ല വേനലാകുമ്പം ആ കുഴൽക്കിണറിൻ്റെ വെള്ളം പറ്റി അതിനകത്ത് നിന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവിടെ ഹൗസിംഗ് ബോർഡ് കോളനിയുടെ ഭാഗമായിരുന്ന സമയത്ത് അവിടെ ഒരു കിണർ കുത്തിയെങ്കിൽ ആ കിണറിൻ്റെ അകത്ത് ആവശ്യമായ വെള്ളം ലഭ്യമല്ലാത്തതും ഉണ്ട്. പഞ്ചായത്തായിരുന്ന സമയത്ത് ആ കോളനിക്ക് വേണ്ടി അവിടെ നമ്മൾ ഒരു സ്ഥലം ഈ പഞ്ചായത്ത് കണ്ടെത്തുകയും അവിടെ ഒരു കുളം കുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ കുളം ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ അവിടെ എത്തുകയും ആ കുളത്തിനകത്ത് നടവഴി പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു രീതിയിൽ നടന്നെത്താനോ അല്ലെങ്കിൽ ഒരു പൈപ്പ് വെക്കാനോ മോട്ടറിട്ട് മണ്ടയിലേക്ക് വെള്ളം എത്തിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ അത് സ്വകാര്യ വ്യക്തികൾ ഇപ്പോൾ അതിനകത്ത് നിന്ന് ഏലത്തിനും മറ്റും വെള്ളം അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ എത്രയും വേഗം തന്നെ മുനിസിപ്പാലിറ്റി ആ കുളം മുനിസിപ്പാലിറ്റിയിലാക്കി മാറ്റിക്കൊണ്ട് അതിന് വേണ്ട നടപടി സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് വെള്ളം ഈ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ കൂടുതലായി ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഞങ്ങളെ കാര്യങ്ങൾ അറിയിക്കും എന്നാണ് മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്ത് കുഴൽക്കിണറുണ്ടെങ്കിലും വേനൽ കനക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ലഭിക്കാറില്ല. ഇനിയുള്ള ദിവസങ്ങളിലും ചൂട് കൂടാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ പ്രദേശത്തെ കുടുംബങ്ങൾ വീണ്ടും ദുരിതത്തിലാകും. ഇത് ഒഴിവാക്കുന്നതിനായി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും നിവേദനം സമർപ്പിക്കാനിരിക്കുകയാണിവർ. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ഉടൻ തന്നെ പരിഹാരം ആകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ പുതുപ്പാടി സ്വദേശിനി ഡോക്ടർ അശ്വതി PVയെ ആന്റണി ജോൺ MLA വീട്ടിലെത്തി അനുമോദിച്ചു. CPIM മുളവൂർ കവല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. CPIM മുളവൂർ കവല ബ്രാഞ്ച് സെക്രട്ടറി ബിജു PS, രമേശൻ PK, ഷാജഹാൻ PM എന്നിവരും അശ്വതിയുടെ കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. പുതുപ്പാടി പാണലുകുടിയിൽ വിജയന്റെയും ഷീലയുടെയും മകളാണ് അശ്വതി. കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് നാം ജീവിക്കുന്ന പ്രദേശത്ത് വെച്ച് ലഭിക്കുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങൾക്കാണ്. ആ നിലയിൽ അശ്വതി ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ തുടർന്നുള്ള ജീവിതത്തിലും ഒരുപാട് നേട്ടങ്ങൾ അശ്വതിക്ക് എത്തിപ്പിടിക്കാൻ കൈവരിക്കാൻ അത് പ്രേരണയാകട്ടെ, കരുത്ത് പകരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ മികച്ച ഒരു വിജയം കൈവരിച്ച പ്രിയപ്പെട്ട അശ്വതിയെയും അശ്വതിക്ക് എല്ലാ നിലയിലുമുള്ള പിന്തുണയും കൊടുത്തിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ പ്രിയപ്പെട്ട നാട്ടുകാർ അയൽവാസികളെല്ലാം ഒത്തു കൂടിയിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ആദരവുകൾ അശ്വതിക്ക് ഭാവി ജീവിതത്തിൽ നേടാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് CPIM മുളവൂർ കവല ബ്രാഞ്ച് നൽകുന്ന ഈ ഉപഹാരം ഈ അശ്വതിക്ക് കൈമാറിയതായി അറിയിക്കുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ നിഷേധത്തിനെതിരെ ട്രഷറികൾക്ക് മുന്നിൽ ധർണ നടത്തി. KSSPA മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ജില്ലാ ട്രഷറിക്ക് മുൻപിൽ നടത്തിയ ധർണ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ആലിസ് കറിയ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് OM തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, 7 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക, ലഹരി വ്യാപനം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSSPA മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ജില്ലാ ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ആലിസ് സ്കറിയ ഉദ്ഘാടനം ചെയ്തു. എല്ലാ KSSPAയുടെ സംസ്ഥാന ജില്ലാ നിയോജകമണ്ഡല ഭാരവാഹികളുടെ സുഹൃത്തുക്കളും KSSPAയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിന്ന് ഇവിടെ ഈ ധർണ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ കൃഷികൾക്ക് മുമ്പിലും നമ്മൾ ഇന്ന് ധർണ നടത്തുകയാണ്. സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഈ ദിവസം നമ്മളിവിടെ ധർണ നടത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിഷയം ക്യൂബൻ വിപ്ലവമോ അല്ലെങ്കിൽ റഷ്യയിലെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. നമ്മളെ ബാധിക്കുന്ന ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും സർക്കാരിനെ സേവിച്ച
നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ ധർണാ സമരം നടത്തുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് OM തങ്കച്ചൻ അധ്യക്ഷനായി. നാസർ ഖാൻ, VV ഐസക്, KM റജീന, ഷബീബ് എവറസ്റ്റ്, ബേബി ജോർജ്, ടോമി ജേക്കബ്, NM പൗലോസ്, ജോസ് PJ, ചാക്കോ ജെ, ഫ്രാൻസിസ് ജോൺ, EP ബേബി മാത്യു, VC മാത്യു, ലില്ലി ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ നിലപാട് ജനവഞ്ചനയെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. BJPയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഉത്സവ ബലി ദർശനം നടന്നു. 10,000-ങ്ങളാണ് ഉത്സവ ബലി ദർശനത്തിന് എത്തിയത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ ചെറുതോണി ഓഫീസിലേക്ക് BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSSPA തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. റിട്ടയർഡ് ജില്ലാ പോലീസ് മേധാവി അലക്സ് M വർക്കി IPS ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.